എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങളും അതുപോലെ തന്നെ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ പേഴ്സൻ്റെ സന്ദേശങ്ങളും ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആ പേഴ്സൺ ഈ നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്ദേശം അത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ പറഞ്ഞ എന്തോ ഒരു കാര്യം, അതായത് നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തോ ഒരു കാര്യം, ഒരു ചെറിയ കാര്യമായിരിക്കാം, നിങ്ങൾക്കതൊരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം എന്തെങ്കിലും നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പേഴ്സണെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നുള്ളതാണ്. ഇനി ആ പേഴ്സൺ നിങ്ങളോടാണ് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്കത് വിഷമമായി എന്നുണ്ടെങ്കിൽ അതിന് ആ പേഴ്സൺ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഇനി നിങ്ങൾ രണ്ടുപേരും ദേഷ്യപ്പെട്ട് ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ കൂടി, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സംസാരിക്കാത്തത് അത് ആ പേഴ്സണ് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ആ പേഴ്സണോട് നിങ്ങൾ സംസാരിക്കാത്തതും നിങ്ങൾക്ക് ആ പേഴ്സണോടൊന്ന് സംസാരിക്കാൻ കഴിയാത്തതും ഇത് കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പേഴ്സണോട് നിങ്ങൾക്ക് മേ ബി ദേഷ്യമുണ്ടായിരിക്കാം. ഇനി ആ പേഴ്സണോട് മേ ബി നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിലും ആ ദേഷ്യമൊന്നും മാറണമെന്നില്ല ആ പേഴ്സണ്. പക്ഷേ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലും ആ പേഴ്സണ് കുഴപ്പമില്ല. പക്ഷേ ആ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അവസരം ആ പേഴ്സണ് കൊടുത്തിരുന്നെങ്കിൽ, ആ പേഴ്സണ് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറായിരുന്നെങ്കിൽ, അതിനുവേണ്ടി നിങ്ങളൊരു അവസരം കൊടുത്തിരുന്നെങ്കിൽ എന്നെല്ലാം ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ നിങ്ങളിനി അങ്ങനൊരു അവസരം കൊടുത്താൽ ആ പേഴ്സൺ ഈ പറയുന്നത് പോലെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സണ് നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ആ പേഴ്സണ് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കണമെന്ന് പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ അവസരം കൊടുക്കണമെന്നല്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആ പേഴ്സണോട് സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. പക്ഷേ ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഇനി ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് ആ പേഴ്സണോട് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സന്ദേശങ്ങൾ എന്താണെന്ന്, അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോട് ഈ നിമിഷം എന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഈ നിമിഷം എന്നല്ല, നിങ്ങൾക്ക് ആ പേഴ്സണോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കേൾക്കാനും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ വിഷമമോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നോ മേ ബി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ആ പേഴ്സൺ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് മേ ബി നിങ്ങളോട് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സണ് വിഷമമില്ലെന്നോ അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമില്ലെന്നോ നിങ്ങൾ വിചാരിക്കരുത് എന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് ആ പേഴ്സണ് എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ അറിയില്ല.
മേ ബി നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സൊക്കെ നന്നായിട്ട് തുറന്നും പറയുന്ന ആൾക്കാരായിരിക്കാം ആ പേഴ്സണോട്. പക്ഷേ ആ പേഴ്സൺ അതുപോലെ നിങ്ങളോട് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. ഒരുപാട് നാളായിട്ടും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാത്തത് കൊണ്ട് ആ പേഴ്സണ് ദേഷ്യമുണ്ട്, നിങ്ങളോടല്ല. പക്ഷേ ഇതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ആ പേഴ്സണ് വിഷമം വരാറുണ്ട്. ചിലപ്പോഴൊക്കെ ആ പേഴ്സണ് ദേഷ്യവും വരാറുണ്ട്. ദേഷ്യം വന്നാലും വിഷമം വന്നാലും പക്ഷെ അത് ആരോടും ഒന്ന് തുറന്നു പറയാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മേ ബി നിങ്ങളെ ഒന്ന് കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ ആ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഉള്ളതുപോലെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാത്തത് കൊണ്ട് ദേഷ്യവും വിഷമവും ഒക്കെ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണ് വിഷമമാണ് കൂടുതലായിട്ടുള്ളത്. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും വിഷമത്തെക്കാൾ ഉപരി ദേഷ്യമാണുള്ളത്. ദേഷ്യം ആ പേഴ്സൺ നിങ്ങളോടൊന്ന് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ടായിരിക്കാം നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞ എന്തോ ഒരു കാര്യം അത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷേ നിങ്ങൾക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം നിങ്ങൾക്ക് ആ പേഴ്സണോട് ദേഷ്യമുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സൺ തുറന്നു പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടായിരിക്കാം. പക്ഷേ അതേസമയം തന്നെ എത്രത്തോളം ദേഷ്യമുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സൺ നിങ്ങളെയും നിങ്ങൾ ആ പേഴ്സണെയും കാത്തിരിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഒത്തിരി ചിന്തിക്കുന്നുണ്ടെന്നും നിങ്ങളെ മറക്കാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ലെന്നും നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേ ബി നിങ്ങൾക്കും ആ പേഴ്സണെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളും ആ പേഴ്സണെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇതൊക്കെയാണ് ആ പേഴ്സൻ്റെ സന്ദേശങ്ങൾ. അതുപോലെ തന്നെ ആ പേഴ്സൺ ഈ ഒരു നിമിഷം ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.